ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ വേഗത്തിൽ തയ്യാറാക്കാനും അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റും ആയിട്ടുള്ള ഒരു കറിയാണ്. അത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അതിനുശേഷം ഞാനൊരു ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സവാള, പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 3-4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇപ്പം ചേർത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇത്രയും ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മളിത് മുങ്ങാനുള്ള ഒരു പാകത്തിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് എല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് നമുക്കത് ഉടക്കുന്ന സമയത്ത് കറിയിൽ നന്നായിട്ട് മിക്സ് ആകുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 3 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഗ്യാസ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞ ശേഷം നമുക്കിത് തുറക്കാം. അപ്പോൾ ഗ്യാസ് കംപ്ലീറ്റ് അതിൽ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്നിട്ട് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിന് വറുത്തിടാനും മസാലയെല്ലാം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു സ്പൂണ് കടുക് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായ്മുളക് ചേർക്കാം. കായ്മുളക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് നല്ലോണം ഉണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇപ്പം ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളെല്ലാം ചേർക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ മറക്കരുത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ മിക്സ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് നമുക്കിങ്ങനെ ഉടക്കുന്ന സമയത്ത് തന്നെ ഇത് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് വരും. കുറച്ചധികം നമ്മളിതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത്, അതായത് ഉടച്ചിടുന്ന സമയത്ത് ഇതിൽ നല്ല കറിക്ക് നല്ല ഒരു കട്ടി നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലേൻ്റെ കൂടെ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് ഇപ്പം നമ്മൾ ഇതെല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് ഈ കറിയിൽ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം ഉടച്ചതും എല്ലാം ചേർന്ന് നല്ല കട്ടിയിലുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ബൈ.